Hello friends, good afternoon. I'm going to video. നമുക്ക് നമ്മൾ വഴിയിലൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം നമുക്ക് ഇന്നിപ്പോൾ വഴിയിലൊരു വണ്ടി ഇതേപോലെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിന്റെ പൈപ്പ് നമ്മുടെ കട്ടായി. അപ്പോൾ പവർ സ്റ്റിയറിംഗ് പൈപ്പ് എന്ന് പറയുന്നത് പ്രഷർ പൈപ്പാണ്. അത് കാരണം ഒറ്റ പൈപ്പായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ രണ്ട് സ്റ്റിയറിംഗ് ബോക്സിലേക്ക് മറ്റേ സ്റ്റിയറിംഗിന്റെ പമ്പിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അത് കാരണം അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുള്ള കാരണം നമുക്ക് തയ്ച്ചെടുക്കാനും റെഡിയാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകരിക്കും എന്നുള്ളൊരു വീഡിയോ ഒരു മെസ്സേജാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ പൈപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പൈപ്പ് മറ്റേ സെന്ററിൽ വെച്ച് ഇവിടെ തട്ടി നമ്മൾ അറിഞ്ഞ് നമ്മുടെ ഈ ബോഡിമ ടച്ച് ആയിട്ട് അങ്ങനെ പൊട്ടി പോയിട്ടുള്ള ലീക്കായി, പ്രഷർ പൈപ്പ് അങ്ങനെ ലീക്കായി. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഓയിലൊക്കെ പോയി നമ്മുടെ സ്റ്റിയറിംഗ് ജാമായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് കട്ടായി, എവിടെയാണ് നമ്മുടെ ലീക്ക് വന്നത് അവിടെ നമ്മൾ ആ പൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്താൽ ഇതേപോലെ കിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് 10 രൂപയോളം നിസ്സാര, എത്ര റേറ്റ് നമ്മൾ പറയാൻ പറ്റില്ല കാരണം ഇവിടെ നിന്ന് 10 രൂപയുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു കിറ്റ് നമുക്ക് ഇതിപ്പോൾ ഹൈഡ്രോളിക്കിന്റെ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഓട്ടോ ഫിറ്റിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന്റെ കിട്ടും, ഇതേപോലത്തെ ഫിറ്റിംഗ് കിട്ടും. നമ്മൾ എന്താ ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പൈപ്പ് ലീക്കായോടത്ത് ഈ ഫെറൂള് കയറ്റിയിട്ടു. ഈ ഫെറൂള് ഇത് നമുക്ക് കാണാണ്ടാവും. ഈ ഫെറൂള് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നെറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിടുക. നമ്മുടെ ഈ നെറ്റ് അതിൻ്റെ ഉള്ളിൽ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ആദ്യം ഇറക്കിയിട്ടതിന് ശേഷം ഈ ഫെറൂള് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റി അതിന്റെ ടോപ്പ് ഈ പൈപ്പിന്റെ നമ്മുടെ എൻഡ് വരുന്ന സ്ഥലം നമ്മളൊന്ന് പഞ്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. വേണ്ട ഇവിടെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. സെന്റർ പഞ്ച് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ പൈപ്പിന്റെ ടോപ്പ് ഒന്ന് വികസിക്കാനുള്ള രീതിയിൽ നിന്നാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അവിടെ നമ്മളൊന്ന് പഞ്ച് ചെയ്ത് ഒന്ന് ഹാമർ കൊണ്ട് അടിച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഹാമർ കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ മൗത്ത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല ഇതേപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ ആ ടോപ്പ് എൻഡ് നമ്മളൊന്ന് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ഈ ഫെറൂൾ പുറത്തേക്ക് വരില്ല. അതിനുശേഷം നമ്മൾ ഈ ഇറക്കിയിട്ടുള്ള നെറ്റ് ഇതിന്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ടോപ്പർ ഇട്ട് ടൈറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഈ പൈപ്പ് ഒന്ന് അഴിച്ചെടുക്കാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് ഉപകരിക്കും എന്നുള്ള കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അവിടെ സ്റ്റിയറിംഗിന്റെ ഒറ്റ മെറ്റൽ പൈപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വണ്ടി ഒന്ന് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ വണ്ടി നിർത്തി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു എൻ്റെ അഴിച്ചെടുത്ത് നമ്മൾ ഗ്രിം ചെയ്തു. പിന്നെ നമ്മൾ മറ്റേ സൈഡ് നമ്മൾ ഇവിടെ ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലേ ഇപ്പൊ നമ്മുടെ പൈപ്പ് ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ ഇനി ഇവിടെ ഒരു ലീക്കും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ പൈപ്പിന്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് കട്ട് ചെയ്യുക. എവിടെയാണ് ലീക്ക് വരുന്നത്, നമ്മുടെ മെറ്റൽ പൈപ്പ് എവിടെയാണ് ലീക്ക്, ആ ലീക്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നെറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിടുക. ഈ നെറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ അഡോപ്റ്റ് ഈ ഫെറൂൾ എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ടോപ്പിൽ വെച്ച് ആ പൈപ്പിന്റെ ടോപ്പിലൊന്ന് സെന്റർ പഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച് നമ്മുടെ ഐഡിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിന്റെ അഡോപ്റ്റർ വേണ്ടി ടൈറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ അറിയാത്തവർക്ക് വലിയൊരു ഉപകാരം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ പൈപ്പൊക്കെ വണ്ടിയിൽ വെച്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പൈപ്പ് ഇടും. ഇപ്പൊ സ്റ്റിയറിംഗിന്റെ പ്രഷർ പൈപ്പായ കാരണം നമുക്ക് വേറെ പൈപ്പ് ഇട്ടാലും നിൽക്കണേ, ഹോസ് ക്ലിപ്പ് ഇട്ടാലും അത് നിൽക്കില്ല. അത് കാരണം നമ്മൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു ഷൂറാണ്, നമുക്ക് ഒരിക്കലും ലീക്ക് സംഭവിക്കില്ല, പൈപ്പ് ഊരിപ്പോരില്ല. അങ്ങനെയുള്ള കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡോപ്റ്റർ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്നുള്ള കാരണം നമുക്കിത് എല്ലാവർക്കും ഉപകരിക്കുമെന്നുള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി വഴിയിൽ കിടക്കുമ്പോഴൊക്കെ ഇതേപോലെ ഒരു ഫിറ്റിംഗ് മേടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗിന്റെ പൈപ്പായാലും എയറിന്റെ പൈപ്പായാലും എന്ത് പൈപ്പായാലും എന്ത് ഓയിൽ പൈപ്പായാലും നമുക്ക് ഇതേപോലെ മെറ്റൽ പൈപ്പാണ് ഇനി വെൽഡ് ചെയ്യാൻ കൊണ്ടുപോകണം, ബ്രാസ് ചെയ്യാൻ കൊണ്ടുപോകണം എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട. നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് റോട്ടിലിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ റോട്ടിലാണ്, എന്നിട്ടാണ് നമ്മൾ ഈ വഴിയിൽ കിടന്നിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെയുള്ള വീഡിയോസ് നമുക്ക് ഉപകരിക്കും എന്നുള്ള കാരണമാണ് ഞാനിങ്ങനെ എല്ലാവർക്കും കൂടി ഒരു ഉപകാരം വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.